ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹരിപ്പാട് മണ്ണാർശാല ശ്രീനാഗരാജ ടെമ്പിളിലേക്കാണ്. ചുമ്മാ ഒന്ന് ഫാമിലിയായിട്ട് ഞങ്ങളൊന്ന് പോയതാണ്. നേരത്തെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കുട്ടികളെ കൊണ്ട് ഒന്ന് കാണാം എന്ന് കരുതി എന്നാണ്. അമ്പലത്തിൻ്റെ മുൻവശാട്ടോ ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഹരിപ്പാട് നിന്ന് ബസ്സുണ്ട് മണ്ണാർശാല അമ്പലത്തിലേക്ക്. അതിൻ്റെ ചുറ്റമ്പലം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ നമ്മുടെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അതിൻ്റെ ശ്രീകോവിൽ കഴിഞ്ഞിട്ട് നടന്നു വരുന്ന വഴിയാണ്. ഓരോരോ ദേവപ്രതിഷ്ഠകളാണ്. നമുക്ക് ഇവിടെ നിന്നാണ് അർച്ചന കഴിഞ്ഞിട്ടുള്ള നമുക്ക് ചന്ദനവും ഇതൊക്കെ അവിടെ നിന്ന് കിട്ടും. ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോരാൻ ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ അവരുടെ തറവാടാണ് കേട്ടോ. അമ്പലത്തിൻ്റെ മണ്ണാർശാല തറവാട് വീടുകളൊക്കെയാണത്. നല്ല വള്ളികളൊക്കെ കയറി കിടക്കുന്ന വലിയ വലിയ മരങ്ങൾ. ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ ചെരുപ്പ് ഊരിയിടാം എല്ലാവർക്കും. ബസ്സൊക്കെ നിർത്തിയിടുന്നതിൻ്റെ അടുത്ത് ചെരുപ്പ് ഊരിയിട്ട് ചെരുപ്പ് ഇടാതെ കയറണം. ഇതൊക്കെ അവിടുത്തെ കുളമാണ്, മീനുകളും കേട്ടോ. അത് കയറി വരുമ്പോൾ തന്നെ കാണാം, വലിയ കുളമുണ്ട്. അമ്പലം കഴിഞ്ഞ് എൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്ക് ഇങ്ങനെ നടന്ന ഓരോരോ പ്രതിഷ്ഠകൾ, അയ്യപ്പൂപ്പൻ കാവ്, ഓരോ കാവുകളാണ്. അല്ലോ വലിയ വലിയ മരങ്ങൾ, മൊത്തം വള്ളിപ്പടർപ്പുകളൊക്കെ കയറി. ഇതൊക്കെ ഓരോരോ കാവുകളാണ്. അത് അയ്യപ്പസ്വാമിയുടെ കാവാണ്. കുറേ കാവുകളുണ്ട് പോകുന്ന വഴിക്ക് തന്നെ. അമ്പലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് നടന്നു പോകണം. നിറയെ മണലുണ്ടോ, മൊത്തം മണല, മണ്ണല്ല മണല, നൈസ് പൊടി മണൽ. ആണ് അമ്പലത്തിൻ്റെ മുൻവശം. വഴിപാട് കൗണ്ടറാണ് അവിടെ. മെയിൻ വഴിപാട് മഞ്ഞൾപ്പൊടിയാണ് അവിടെ. അന്നദാന മന്ദിരം എല്ലാ ദിവസവും ഊണുണ്ട്. 11 മണി മുതൽ അന്നദാനമുണ്ട്. ഇവിടുന്ന് ഹരിപ്പാട്ടേക്ക് ബസ്സുണ്ട്. ഹരിപ്പാട് നിന്നും അമ്പലത്തിലേക്ക് മണ്ണാർശാലയ്ക്ക് വരുന്ന ബസ്സുകളെല്ലാം അമ്പലത്തിൻ്റെ മുറ്റത്തിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഒരു ഭദ്രകാളി ക്ഷേത്രം. നല്ല തണുത്ത കാറ്റാണ്. ഈ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ പക്ഷികളുടെയൊക്കെ ശബ്ദം മാത്രമേ ഉള്ളൂ. വേറെ ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷികളുടെ ശബ്ദങ്ങളും മൊത്തം നാഗത്തിൻ്റെ നാഗരാജാവിൻ്റെ പ്രതിമകളാണ് മൊത്തം. മണ്ണാർശാല മതിയായ മരം മറിഞ്ഞാടിയിട്ട് വെട്ടി അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. കാറ്റും നല്ല തണുത്ത കാറ്റ്. വലിയൊരു വനം പോലെ കേട്ടോ അത്. ഹരിപ്പാട് ടൗണിൻ്റെ നടുക്ക്
ഒരു വനം, നല്ല വൃത്തിയുള്ള വനം, കയ്യിലേക്ക് അടിച്ച് ക്ലിയറാക്കിയ വഴികൾ. ഇപ്പം സാമിയുടെ ചെറിയ കാവാണ്. മാലയൊക്കെ ആൾക്കാർ ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ വന്ന് ഊരാറുണ്ട്. നല്ല നൈസ് മണലാണ് അവിടെ. ചുറ്റും അവരിങ്ങനെ കമ്പീരിക്കേണ്ടി കിട്ടിയേക്കുക. ഇവിടെ മതിൽ കാണുന്നത് അതൊക്കെ അവരുടെ വീടുകളൊക്കെ, അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറകൾ താമസിക്കുന്ന വീടുകളൊക്കെയാണ് അവിടെ. പൊന്നാർശാല ടെമ്പിൾ, നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള പൂപ്പങ്കാവ്. ഇതൊക്കെ ഓരോരോ കാവുകളാണ്. ഇത് അമ്പലക്കുളം. അമ്പലക്കുളത്തിൻ്റെ അപ്പുറ സൈഡിൽ നിന്നുള്ള വീഡിയോ ആണ് ആദ്യം കണ്ടത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഒരു മരമാണ്, അതൊരു കുടം പോലെയാണ് എൻ്റെ കാർ. വഴിപാടുകളൊക്കെ നടത്താനുള്ള കൗണ്ടറാണ്. എപ്പോഴും പൂജയുണ്ട്, എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കാനുണ്ട്. ആയില്യത്തിനാണോ, ആയില്യത്തിൻ്റെ അന്ന് ഭയങ്കര തിരക്കാണ്. ആയില്യ പൂജയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അടുത്ത ആഴ്ച കണ്ടാണ് ആയില്യ പൂജ നടക്കുന്നത്. അന്നൊക്കെ ഭക്തജനങ്ങൾ തിരക്കായിരിക്കും. വിശാലമായ മുറ്റം കേട്ടോ അമ്പലത്തിൻ്റെ. അപ്പുറത്തെ സൈഡിലുണ്ട് ഗ്രൗണ്ട് ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ, കാറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പുറത്തെ സൈഡിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇതിനൊരു ഐതിഹ്യം ഉള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ നടന്നുപോയി. അവിടെ നിലവറയുണ്ട്. ഈ നാഗരാജാവ് കുടികൊള്ളുന്നൊരു നിലവറ. ആ നിലവറയിൽ എന്നും പൂജയുണ്ട്. അവിടുത്തെ ആളെയാണ് അവിടെ പൂജ ചെയ്തത്. അത് തലമുറകളായിട്ട് തന്നെ ഓരോ അമ്മമാരാണ് അവിടെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി പുറത്തുള്ള അമ്പലത്തിലൊക്കെ ശ്രീകോവിൽ അങ്ങനെ അവിടെയൊക്കെ പൂജാരിമാരുണ്ട്. നിലവറയിൽ മാത്രം വേറെ ആർക്കും പ്രവേശനമില്ല, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത ആൾ ആ ചുമതല ഏൽക്കും. അങ്ങനെയാണ് അവിടെ അമ്മമാരാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ നിലവറ കാണിച്ചായിരുന്നു ഞാൻ, പക്ഷേ ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയത്. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോരുവാണ്. അവിടെ നിന്ന് അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ ബസ്സുണ്ട് ഹരിപ്പാട്ടേക്ക്. അവിടെ വന്ന് പ്രൈവറ്റ് ബസ് അമ്പലത്തിന് മുന്നിൽ തന്നെ ഉണ്ട് ഹരിപ്പാട്ടേക്ക്. ഞാനത് ആ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നിലവറയുടെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ എത്രയോ മാസങ്ങൾ, ആ മാസങ്ങൾ മൊത്തം അതിൻ്റെ ഉള്ളിൽ പൂജയാണ് നിലവറയുടെ. അത് കഴിയുമ്പോഴാണ് അമ്മ പുറത്തേക്ക് വരികയുള്ളൂ. പിന്നെ ഭക്തജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് റൂമിലിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ. അന്നേരം അമ്മേനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.